ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഹാമ്പറിൻ്റെ സെറ്റിംഗ് വീഡിയോ ആണ് ചെയ്യാനുള്ളത്. ഇത് വന്നിട്ട് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഓർഡറായിരുന്നു. ആൾ 3 മാസം മുന്നേ പറഞ്ഞേൽപ്പിച്ച ഒരു ഓർഡർ കൂടിയായിരുന്നു ഇത് ആളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 3 മാസം മുന്നേ തന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാം പർച്ചേസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ചെയ്യാനും അത്യാവശ്യം ടൈം കിട്ടിയതുകൊണ്ട് വൃത്തിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ആയിരുന്നു. ഒരു കീ ചെയിൻ, ഫ്ലവർ, ഷർട്ട്, ഒരു ഫ്രെയിം, അങ്ങനെ ആയിരുന്നു ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കീ ചെയിൻ ഞാൻ ഉണ്ടാക്കിയല്ല, വേറൊരു പേജിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതിൽ വെക്കുന്ന ഈ ഫ്ലവർ ഞാൻ പിന്നെ കൊടുക്കുന്ന ടൈമിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവർ ജസ്റ്റ് ഞാൻ സെറ്റിങ്ങിന് യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് എന്തോ അത് മാച്ചായി വന്നിട്ടില്ല. കുറേ സ്പേസ് ഇങ്ങനെ വെറുതെ കിടക്കുന്ന പോലെ ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെ അവസാനം ഞാൻ ആ ഫ്ലവർ സെറ്റിങ്സ് മാറ്റിയിട്ടാണ് അവർക്ക് വേറെ രീതിക്ക് സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലുള്ളത് ഒരു ഷർട്ട് വെക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കതൊന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കാം. എപ്പോഴും ഷർട്ട് വെക്കുമ്പോൾ ഇങ്ങനെ കുറേ നേരം മടക്കി സെറ്റ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. കാരണം നമ്മൾ എത്ര അളന്ന് ബോക്സ് ഉണ്ടാക്കിയാലും നമ്മൾ മടക്കി വരുമ്പോൾ ചേഞ്ച് വരും. മടക്കിയത് വൃത്തിയില്ലാണ്ട് വെക്കുമ്പോൾ അത് കാണാനും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നുകൂടി റെഡിയാക്കി സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. അത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം കോസ്റ്റൊന്നും വരാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കലാണോ ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മൾ ഈ കാർഡ് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്ര പൈസ നമുക്ക് കുറച്ചിട്ട് അവർക്ക് അത്യാവശ്യം കുറച്ച് റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് കാർഡ് റെഡിയാക്കി കൊടുക്കലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും. പിന്നെ ഇതിൽ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കാർഡ് കുറച്ച് ഹാപ്പി ബർത്ത്ഡേൻ്റെ കോഡ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബർത്ത്ഡേൻ്റെ ഡേറ്റും അങ്ങനെ മെൻഷൻ ചെയ്ത് കലണ്ടറും അങ്ങനെയൊക്കെയായിരുന്നു കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ പുറത്ത് നമ്മൾ പ്രിൻ്റഡ് ഷീറ്റ് ഒട്ടിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ്. അതിൻ്റെ വീഡിയോ എന്തായാലും ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതിൻ്റെ അവസാനം കൊടുത്ത ആളുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൾ പാക്കിങ് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക.